ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ സ്കൂൾ തുറന്നിട്ടുള്ള ആ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. സുബഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിച്ചണിലേക്ക് പോകണം. കാരണം മോന് മദ്രസിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവന് 6:30 ആകുമ്പോൾ മദ്രസിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് മാറ്റിയിട്ട് വേണം പറഞ്ഞയക്കാൻ. അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ശർക്കര മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യിൽ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഇതിട്ടിട്ടുള്ളൂ. കുറച്ച് മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ആരോ ഒന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മൈലാഞ്ചിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന്. ഈ ഒരു പേക്കിൽ വരുന്ന നെയിൽക്കോണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. പേർഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ശർക്കര മൈലാഞ്ചിയാണ് ഇത് ഒരു 2 പ്രാവശ്യം നമ്മൾ നൈറ്റിലിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ നെയിൽ നല്ല റെഡ് കളറായി വരും കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം റെഡായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറി മാറി വരും കേട്ടോ. കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും. ഇതിന് 20 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ 10 രൂപയുടെ പാക്കുണ്ട്. ഈ ഒരു പാക്ക് തന്നെ അത്യാവശ്യം നമുക്ക് 2 പ്രാവശ്യം കയ്യിലും 2 പ്രാവശ്യം കാലിനും ഒക്കെ ഇടാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് വേണം മോനെ പോയിട്ട് ഉണർത്താൻ. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ അകൊക്കെ അടിച്ചു വാരി, കിടക്കുന്നതിന് മുന്നായിട്ട് അകൊക്കെ അടിച്ചു വാരി, അതുപോലെ സോഫ സെറ്റും അതുപോലെ നമ്മുടെ ടേബിളും ഒക്കെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു കിടന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ആ ഒരു പണി കുറഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ മക്കൾ രണ്ടാളും ഈ ബെഡ്റൂമിലാണ് കേട്ടോ കിടക്കൽ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതാ മോനെ എണീപ്പിക്കുകയാണ്. മൂത്ത മോന് മാത്രമേ മദ്രസ ഉള്ളൂ കേട്ടോ. മറ്റവനെ ചേർത്തിട്ടുണ്ട്, പക്ഷേ അവന് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തലേ ദിവസം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് എന്താ ഉണ്ടാക്കേണ്ടത് എന്ന്. അങ്ങനെ ഞാൻ മസാല ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. മക്കൾക്ക് പിന്നെ ഇഡ്ഡലിയോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇഷ്ടമാണ് കേട്ടോ, എന്നാലും മസാല ദോശ കുറച്ചും കൂടി ഇഷ്ടമാണ്. അങ്ങനെ ഞാനിത് അരച്ച് വെച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ദോശ ചുടാനായിട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ പുറത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം തന്നെ ചായ കാച്ചാണ് കേട്ടോ. മോന് മദ്രസ പോകുമ്പോഴേക്കും ചായ കുടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചായ വെക്കുന്ന ഗ്ലാസിൻ്റെ ഒരു പോട്ടാണ്. അപ്പോൾ ഇത് നല്ല രസമാട്ടോ ഇതിൽ വെള്ളം തിളക്കുന്നത് കാണാനും, അതുപോലെ ഇതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ എന്താ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ വേഗം ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കിഴങ്ങൊക്കെ ഇനി കറുത്ത് പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട് വെച്ചാലൊക്കെ മതി, ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കറക്കൂല എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക പിറ്റേ ദിവസത്തേക്കുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയൊന്നും നോക്കി നിൽക്കണ്ടല്ലോ. തലേ ദിവസം തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ഇത് പ്രിപ്പറേഷൻ ചെയ്താൽ മതി കേട്ടോ, പ്ലാനിങ് ഒക്കെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒരു പാത്രത്തിലേക്കാണ് പീൽ ചെയ്തത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിലുള്ള വേസ്റ്റ് ഒരു വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും കട്ട് ചെയ്ത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചായയുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഞാൻ ചിയാ സീഡ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമൊന്നും അങ്ങനെ കുടിക്കൂല കേട്ടോ. നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ കുറച്ച് ദിവസം ഈ ഒരു ഇതിൽ ചിയാ സീഡൊക്കെ ഇട്ട് കുടിക്കും. പിന്നെ എന്താണെന്നറിയില്ല, പിന്നെ അതങ്ങ് വിട്ടുപോകും കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് ഇതങ്ങ് കുടിക്കാനും തോന്നൂല. പക്ഷേ ഞാൻ വിചാരിക്കും കുടിച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ ഞാൻ ലെമണ് സ്ക്വീസ് ചെയ്തിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാമല്ലോ. എന്തിനു വേണം ചിക്കന് ഫ്രൈ ചെയ്യാനും അങ്ങനെ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു നാരങ്ങയുടെ നീര് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിയാ സീഡുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുടിച്ചിട്ടില്ല കേട്ടോ.
ഇളം ചൂടാവട്ടെ. അപ്പം ഞാനിതാ മോൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. മോൻ്റെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് അവന് മദ്രസ പോകാനായിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേഗം അവനെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ തലേദിവസം ബുക്കൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒട്ടിക്കാനുള്ള നെയിം സ്ലിപ്പാണിത്. ഇതിൽ മോൻ്റെ ഫോട്ടോവും അതുപോലെ പേരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അത്, ആ ഒരു നെയിം സ്ലിപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ മോനൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കുകയാണ്. നമ്മളെ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിസിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് വേവാനാകുമ്പോൾ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം പണികൾ തീർന്ന് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറി ആദ്യം ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ പത്തിരി ആണെങ്കിൽ പത്തിരി ചുടുന്നതിനനുസരിച്ച് നമുക്ക് കറിയും കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ ദോശ അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിലും ഓരോ ടിപ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ ജോലികളും എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കുക, ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കുക. അങ്ങനെ ഒരു ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ മസാല ഉണ്ടാക്കാം. സാധാരണ നോർമലായിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് 2-3 വറ്റൽമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളിയൊക്കെ ഒന്ന് വേഗം തന്നെ വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വേഗം ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വാട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പാക വേവായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉടച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് ഉടക്കട്ടെ. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഉണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കളർഫുള്ളാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഞാൻ ചേർക്കൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ. വലിയ പ്രൊഫഷണൽ മസാല ദോശ ഒന്നല്ല കേട്ടോ. എന്നാലും സാധാരണ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മസാല ദോശയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാല ദോശയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇതുപോലൊരു ബോക്സിലാണേ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചതാണ്. എന്നാൽ കുറച്ച് കാലം നമുക്ക് കേടുകൂടാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകിയെടുക്കണം. ഞാൻ കഴുകാതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം മല്ലിച്ചപ്പൊക്കെ കഴുകിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ചീഞ്ഞു പോകും. അതിൻ്റെ വെള്ളത്തിൻ്റെ നനവ് കൂടുതലായി പോയാൽ ചീഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ നനവില്ലാത്ത മല്ലിച്ചപ്പ് നല്ലോണം കഴുകാതെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ദോശയിലേക്ക് സ്പ്രെഡ് ആക്കാനുള്ള നെയ്യൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മിൽമയുടെ നെയ്യും അതുപോലെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലോണം നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരും. പിന്നെ ഇതുപോലെ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചുടുന്ന ആ ഒരു ചട്ടിയില്ലേ, നമ്മുടെ ഈ ഒരു ചട്ടി ഓവർ ചൂടായി പോയത് കേട്ടോ.
ഓവർ ചൂടായി പോയാൽ നമുക്കിത് ചുറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ, ഓവർ ചൂടായി പോയാൽ. അങ്ങനെ ഞാനിതാ ഓരോ ദോശയും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മളിതുപോലെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പച്ച മാവിൻ്റെ ആ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെയ്യിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെയാണ് സമയത്ത് അതിൻ്റെ ആ നടുഭാഗമല്ലേ, ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഒരല്പം മസാല ഇതിൻ്റെ സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിതാ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ്. കാരണം ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിലാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക, നല്ല മുരിഞ്ഞ ദോശയും അതുപോലെ അതിൻ്റെ മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, കുളിച്ച് മാറ്റി വേഗം തന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിദ്യാഭൂഷണി ALP സ്കൂൾ ഓമശ്ശേരിയിലാണ് കേട്ടോ. എൻ്റെ ചെറിയ മോനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല അഡ്മിഷനോട് കൂടി തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെക്കും ബൈ, അസ്സലാമു അലൈക്കും.